ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്ര വർഷം കഴിയുമ്പോഴാണ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്? അതായത് വജ്ര ജൂബിലി ഉത്തരം 60 വർഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം 60 വർഷം. എത്ര വർഷം കൂടുമ്പോഴാണ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്? 60. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. രജത ജൂബിലി 25 വർഷം, സുവർണ ജൂബിലി 50 വർഷം, വജ്ര ജൂബിലി 60 വർഷം, പ്ലാറ്റിനം ജൂബിലി 75 വർഷം. 100 വർഷമാകുമ്പോൾ സെഞ്ചുറി. ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഏതാ നമുക്ക് ചോദിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എത്ര വർഷം കൂടുമ്പോഴാണ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്? 60. രജത ജൂബിലി 25 വർഷം, സുവർണ ജൂബിലി 50 വർഷം, വജ്ര ജൂബിലി 60 വർഷം, പ്ലാറ്റിനം ജൂബിലി 75 വർഷം, സെഞ്ചുറി 100 വർഷം. 1985 ഡിസംബർ 25 ബുധനാഴ്ചയെങ്കിൽ 88 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം. ഇപ്പോൾ 85 ഡിസംബർ 25 ബുധനാണെങ്കിൽ 86 തൊട്ടടുത്ത വർഷം വരുമ്പോൾ ഇത് സാധാരണ വർഷമായിട്ട് തൊട്ടടുത്ത ദിവസം വരും. അതിവർഷം വരുന്നെങ്കിൽ 2 ദിവസം കൂട്ടേണ്ടി വന്നേന്. അപ്പോൾ 1985 ഡിസംബർ 25 ബുധനായാൽ 86 ഡിസംബർ 25 വ്യാഴം. 1987 അത് സാധാരണ വർഷമാണല്ലോ. 1987 ഡിസംബർ 25 വെള്ളി. ഡിസംബർ 25 മുതൽ ഡിസംബർ 31 വരെ ആകെ 6 ദിവസം. ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടെ കൂട്ടും. 6 1 7. അപ്പോൾ 7നെ 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 0 ആണ് വരുന്നത്. ഇവിടെ ശിഷ്ടം 0 വരുന്നത് കൊണ്ട് ഈ വെള്ളിയുടെ കൂടെ ആ വെള്ളി തന്നെയാണ് സെയിം ദിവസമാണ് വരുന്നത്. 1985 ഡിസംബർ 25 ബുധനാണെങ്കിൽ 88 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം. ഡിസംബർ 25 85 സാധാരണ വർഷമാണ്. ഡിസംബർ 25 ബുധനാണെങ്കിൽ 86 സാധാരണ വർഷമാണ്. തൊട്ടടുത്ത ദിവസമാണ് വരുന്നത്. ഇവിടെ ഡിസംബർ 25 വ്യാഴം വരും. ഇനി 87 സാധാരണ വർഷമാണ്. ഡിസംബർ 25 വെള്ളി വരും. അതിവർഷം വന്നിട്ടുണ്ട് 2 ദിവസം. തൊട്ടടുത്ത ദിവസമല്ല, അത് കഴിഞ്ഞ് ഒന്നും കൂടെ കൂട്ടും. 2 ദിവസം കൂട്ടണം. അപ്പോൾ ഡിസംബർ 87 ഡിസംബർ 25 മുതൽ 31 വരെ ആകെ 6 ദിവസം. ജനുവരി 1 88 ജനുവരി 1 കൂടെ. അപ്പോൾ 6 1 7 ദിവസം. 7നെ 7 കൊണ്ട് ഇരിക്കുമ്പോൾ ശിഷ്ടം 0. അതുകൊണ്ട് ഇവിടെ വെള്ളിയല്ലേ വന്നേക്കുന്നത്? ഡിസംബർ 25 ആ വെള്ളി തന്നെ വരും. ഇനി 2008 ജനുവരി 1 ചൊവ്വാഴ്ച ആയാൽ 2009 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം. 2008 അതിവർഷമാണ്. അതായത് 4ന്റെ ഗുണിതമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിവർഷത്തിൽ ഫെബ്രുവരി 29 ദിവസം കാണും. അതായത് അതിവർഷമാണെങ്കിൽ ജനുവരി 1 ഡിസംബർ 31 കൂടെ നോക്കുമ്പോൾ ഒരു ദിവസം കൂടുതലായിരിക്കും. ജനുവരി 1 ചൊവ്വയാണെങ്കിൽ ഡിസംബർ 31 ബുധനായിരിക്കും. അതേസമയം അതിവർഷം അല്ലെങ്കിൽ സാധാരണ വർഷമാണെങ്കിൽ ജനുവരി 1 ഡിസംബർ 31 ആ വർഷം ലാസ്റ്റ് ദിവസം ഒരേ ദിവസമായിരിക്കും. ചൊവ്വയാണെങ്കിൽ ഡിസംബർ 31 ചൊവ്വയായിരിക്കും. ഇവിടെ അതിവർഷമായതുകൊണ്ട് ജനുവരി 1 ചൊവ്വയായാൽ ഡിസംബർ 31 തൊട്ടടുത്ത ദിവസമായിരിക്കും. ജനുവരി 1 ചൊവ്വ, ഡിസംബർ 31 ബുധന്. 2008 തൊട്ടടുത്ത വർഷം തൊട്ടടുത്ത ദിവസം അത് വരിക. 2009 ജനുവരി 1 എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം വരും. 2009 ജനുവരി 1 എന്ന് പറയുന്നത് വ്യാഴം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2008 ഇവിടെ അതിവർഷമാണ്. അതിവർഷത്തിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. സാധാരണ വർഷമാണെങ്കിൽ ജനുവരി 1 തന്നെ ആയിരിക്കും ഡിസംബർ 31. ഇവിടെ സാധാരണ വർഷമല്ല, അതിവർഷം ആയതുകൊണ്ട് ജനുവരി 1 ചൊവ്വയായാൽ ആ വർഷത്തെ ലാസ്റ്റ് ദിവസം ഡിസംബർ 31 ബുധനായിരിക്കും. അതിന് തൊട്ടടുത്ത ദിവസമാണല്ലോ 2009 ജനുവരി 1 എന്ന് പറയുന്നത്. അത് വ്യാഴം വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് 2009 ജനുവരി 1 തിങ്കളാഴ്ച ആയിരിക്കും. 2009 അത് സാധാരണ വർഷമാണ്. ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. ഇപ്പോൾ ജനുവരി 1 തിങ്കളാണെങ്കിൽ പിന്നെ ഡിസംബർ 31 തിങ്കളായിരിക്കും. 2010 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? 2009 ഡിസംബർ 31 തിങ്കളാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വരും. ചൊവ്വയായിരിക്കും ഉത്തരം. ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചൊവ്വ. അതായത് 2009 സാധാരണ വർഷമായതുകൊണ്ട് ജനുവരി 1 ഡിസംബർ 31 ആ വർഷം ലാസ്റ്റ് ദിവസം ഒരേ ദിവസമായിരിക്കും. അതിവർഷത്തിലാണ് തൊട്ടടുത്ത ദിവസം വരുന്നത്. ഇവിടെ 2009 സാധാരണ വർഷമായതുകൊണ്ട് ജനുവരി 1 തിങ്കളാണെങ്കിൽ ഡിസംബർ 31 തിങ്കളായിരിക്കും. തൊട്ടടുത്ത വർഷം അതായത് ഡിസംബർ 31 തിങ്കളാണെങ്കിൽ ജനുവരി 2009 കഴിഞ്ഞ് 2010 ജനുവരി 1 ആയിരിക്കും. തൊട്ടടുത്ത ദിവസം വരും. തിങ്കൾ ചൊവ്വ വരും ജനുവരി 1. ഒരു വർഷം തന്നിട്ട് ആ വർഷത്തെ കലണ്ടർ പിന്നെ അടുത്ത ഏത് വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒക്കെ ഇത് നോക്കിയാൽ മതി. തന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കേസുകൾ വരും. ഇഷ്ടം 1 വരും. 1 ആണെങ്കിൽ 6 വർഷത്തും കൂട്ടുക.
2 3 വന്നാൽ തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. ശിഷ്ടം 0 വരുന്നത് തന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. ഈ 3 കേസായിരുന്നു. ശിഷ്ടം 1, ശിഷ്ടം 2, 3, ശിഷ്ടം 0. അപ്പോൾ ഇവിടെ 2007 കലണ്ടർ ഏത് വർഷമാണ് വീണ്ടും ആവർത്തിക്കുക എന്ന് ചോദിച്ചാൽ ഈ തന്നേക്കുന്നതിൽ 2007 4 കൊണ്ട് ഇരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നത്. 3 ആയതുകൊണ്ട് 11 കൂട്ടിയാണ്. 2007 കൂടെ 11 കൂടെ കൂട്ടുക. 2018. ഓപ്ഷൻ 3 ആണ് ഉത്തരം. തന്നിരിക്കുന്ന ഏത് വർഷമാണ് വീണ്ടും ആവർത്തിക്കുകയാണോ ആ കലണ്ടർ പിന്നെ ഏത് വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നിരിക്കുന്ന വർഷത്തിലെന്ന് ചോദിച്ചാൽ ഇത് തന്നെ നോക്കിയാൽ തന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നെങ്കിൽ 6 കൂട്ടുക. ശിഷ്ടം 2 3 വന്നെങ്കിൽ 11 കൂട്ടുക. ശിഷ്ടം 0 വന്നെങ്കിൽ 28 കൂട്ടുക. ജനുവരി 1 ശനിയാഴ്ച ആയാൽ 2005 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം. ഈ ഇയറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 2005 2000 പോകെ 5. പിന്നെ എത്ര അതിവർഷം വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്? അതായത് 2000 വരുന്നുണ്ട്, 2004 വരുന്നുണ്ട്. 2000 കൂട്ടണം, കാരണം ഇവിടെ ജനുവരി 1 അല്ല, അതിന് ശേഷമാണല്ലേ ഫെബ്രുവരി വരുന്നത്. ഫെബ്രുവരിയിലാണ് ദിവസം കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ 5ൻ്റെ കൂടെ അതിവർഷത്തിൻ്റെ എണ്ണം കൂടെ കൂട്ടണം. അതായത് 7. ഈ 7നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 അവിടെ വരുന്നത്. ശിഷ്ടം 0 വന്നതുകൊണ്ട് അതേ ദിവസമായിരിക്കും, ശനി തന്നെ ആയിരിക്കും. 2005 ജനുവരി 1 ശനി തന്നെ ആയിരിക്കും. ശിഷ്ടം 2 വന്നെങ്കിൽ ഈ ശനിയുടെ കൂടെ 2 ദിവസം കൂട്ടുക, ഞായർ തിങ്കൾ. ശിഷ്ടം 4 വന്നെങ്കിൽ 4 ദിവസം കൂട്ടുക, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ. ഇവിടെ ശിഷ്ടം 0 വന്നത്. ഇത് ഇയറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 5 2005 അതിവർഷം എത്ര വരുന്നുണ്ട് അതിൽ ഉൾക്കൊള്ളുന്നത്? 2000 2004 ഈ 5 വർഷം. അത് പിന്നെ അതിവർഷത്തിൻ്റെ എണ്ണം കൂടെ കൂട്ടുന്നു. 5 2 7. ഈ 7നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നുണ്ട്. ഒരു മാസത്തിലെ 13-ാം തീയതി വെള്ളിയാഴ്ച ആയാൽ ആ മാസത്തിലെ 1-ാം തീയതി ഏതാഴ്ച ആയിരിക്കുന്നത്? സാധാരണ ഇത്ര ദിവസം കഴിഞ്ഞെന്നാണ് ചോദിക്കുന്നത്. ഇതങ്ങനെയല്ല, ബാക്കോട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 13 മുതൽ 1 വരെ ആകെ 12 ദിവസം. 13 മുതൽ ബാക്കോട്ട് എണ്ണുക 12 ദിവസം. 12, 11, 10 അങ്ങനെ ബാക്കോട്ട് എണ്ണുക 1 വരെ 12 ദിവസം. ഈ 12നെ 7 വെച്ച് ഹരിക്കുക. 7 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരും. അപ്പോൾ ഈ വെള്ളി മുതൽ ബാക്കോട്ട് എണ്ണുക 5 ദിവസം പിന്നോട്ടെടുക്കുക. അതായത് വെള്ളി മുതൽ ബാക്കോട്ട് ഞായർ വരും. വ്യാഴം, ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ 5 ദിവസം ബാക്കോട്ട് എണ്ണുക. ഞായറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ സാധാരണ ഇത്ര ദിവസം കഴിഞ്ഞെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ബാക്കോട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 13 മുതൽ 1 വരെ ബാക്കോട്ട് എണ്ണുക. 12 ദിവസങ്ങൾ വരും. ആകെ 12 ദിവസം വരും. ഈ 12നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്നു. അപ്പോൾ ഈ വെള്ളിയാണ് 13-ാം തീയതി. അപ്പം അവിടുന്ന് 5 ദിവസം ബാക്കോട്ട് എണ്ണുക. അതായത് വെള്ളി, വ്യാഴം, ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ. ഞായറാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.